എന്താ ഇത് പുതിയ രീതിയിലുള്ള കപ്പ കൃഷിയാണിത്. എല്ലാവരും ചാക്കിനകത്ത് കപ്പ കൃഷി ചെയ്യുമ്പോൾ ഞാൻ വീട് മാറ്റ് പറഞ്ഞാൽ നമ്മുടെ നേഴ്സറിയിലൊക്കെ വിരിക്കണ ഷീറ്റാണ്. ആ ഷീറ്റ് മൊത്തം വിരിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നീളത്തിൽ ഇത് ഞങ്ങൾ 20 മൂടാണ് നട്ടേക്കണത്. ഇതിനകത്ത് ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ്, കുമ്മായം, തേയിലച്ചണ്ടി ഇതെല്ലാം ഇട്ടാണ് നട്ടേക്കണത്. അപ്പോൾ ഇത് എലി ഒരു കാരണവശാലും എലി ഉപദ്രവിക്കില്ല. ഓക്കെ ഇതിപ്പോൾ വിളവെടുക്കുവാണ്. എന്നിട്ട് 2 വശത്തും നിറച്ച് മണ്ണ് കൊണ്ട് നീളത്തിൽ വാരിയിട്ട് കഴിഞ്ഞിട്ട് 2 സൈഡിൽ എന്നിട്ട് ഇത് ചൂണ്ട നൂലും കൊണ്ട് തുന്നിപ്പിടിപ്പിക്കും. ഒരു ചുവട് പറിച്ചാൽ 1.5 കിലോ വരെ വിളവുകൾ എല്ലാം ഇപ്പോൾ 6 പറിച്ചു. 6 ഉണ്ടായിരുന്നു. 1.5 കിലോ 15 കിലോ ഏകദേശം ഉണ്ട്. ഇച്ചിരി മൂത്ത് വെച്ചോടെ നേരത്തെ പറിക്കിട്ടായിരുന്നു ഇത്. അപ്പൊ ഇത് ഇടയ്ക്ക് നനച്ചു കൊടുത്താൽ മാത്രം മതിയോ? ഇത് ഇടയ്ക്ക് നനച്ചു കൊടുത്തു. നല്ല വേനത്ത് നട്ടാണ്. ഇടയ്ക്ക് നനച്ചു കൊടുത്തു. പിന്നീട് ഇടയ്ക്ക് ഇതിനകത്തോടെ ഇതിൻ്റെ ചുവട്ടിലേക്ക് കടലപ്പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, ചാണകം പുളിപ്പിച്ച് ഇതിൻ്റെ ചുവട്ടുകട ഒഴിച്ചു കൊടുത്തു. അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു കാരണവശാലും എലി ഉപദ്രവിക്കില്ല. ഇതിന്റെ കിഴങ്ങ് നല്ല വലിപ്പം വരുന്നതാണ്. ഇതിൻ്റെ കിഴങ്ങ് ഒത്തിരി നീളമല്ല, നീളം ഉണ്ടാവുന്ന കപ്പ ആണേലും. പക്ഷെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ട കിഴങ്ങുകളായിരുന്നു. നല്ല വലിപ്പം ഉണ്ടാവും. സ്ഥലത്തിന് കുറവുണ്ട്. കപ്പ നട്ട് എത്ര കാലത്തിന് ശേഷം നമ്മളിത് പറിക്കണേ? ഇതിപ്പോൾ 11 മാസമായി. 11 മാസം. ഈ പറിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണ് ഇനി യൂസ് ചെയ്യാം? ഇനി യൂസ് ചെയ്യാണ്. ഇതിപ്പോൾ നാളെ തന്നെ ഇതിനകത്തേക്ക് കുമ്മായം ഇട്ട് കുത്തി ഇളച്ച് ഇടാം. കുമ്മായം ചാണപ്പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൂട്ടിയിടും. എന്നിട്ട് ഉടനെ ഈ അടുത്ത ആഴ്ച തന്നെ നടുവായത്. സമയം നോക്കുന്നില്ല. മാസം മലയാള മാസം ഒന്നും നോക്കേണ്ട ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ എന്താണ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ധാരാളം കപ്പ ഇതിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ കൃഷി എങ്ങനെയുണ്ട് പറ്റാ? കൊള്ളാലോ. എലി പപ്പേനെ ഊമ്പിക്കാന്ന് പറഞ്ഞ ഊമ്പിയിലങ്ങ് മാറ്റിയിട്ടാണ് ഞങ്ങൾ. ഈ തവണ എലി പിടിച്ചില്ല അല്ലേ? പിടിച്ചോ? എത്ര നേരത്തെ ആക്കായിട്ടൊക്കെ അതിൻ്റെ അടിയിൽ അങ്ങനെ എലി കയറില്ലല്ലോ. ഇത് ഇടാൻ നേരത്തെ ഞാനുണ്ടായിരുന്നു അവിടെ. എത്ര പറിച്ചു? 4 കോടേ ഉള്ളൂ. ഇതാ ഒരു കോട. ഇത് എത്ര കിലോ വേണം? ഇത് മാത്രം കാണിച്ചു തരാം. നല്ല കപ്പയല്ലേ? നല്ല വലിപ്പമുണ്ടല്ലേ? എത്ര? 15 കിലോ. 15 കിലോയോ? നല്ല കിഴങ്ങാണ്. നന്നായിട്ട് കഴുകി വെച്ചേക്കണേ. വായച്ചില കൂടാൻ പാടാം. വേണമരിയോ? വായച്ചിലക്ക് കട്ടി കൂടുതലായിരുന്നു. അന്നൊന്നും അങ്ങനെ ഒരു പ്ലാൻ അവർക്കില്ലായിരുന്നു. അല്ലെങ്കിൽ കയറ്റി വിടില്ല. നിങ്ങളുടെ കൂടെ വിടില്ലേ? ഇതിൽ കുഴപ്പമില്ല. നല്ല ആൾക്കാരാണ്. ഞങ്ങൾക്കൊരു ഒരു മരിച്ചേൻ്റെ 15 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ അതിന് പോയതായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ ചോറ് കൊണ്ട് പോയി. പ്രത്യേക ഷേപ്പുള്ള കപ്പയാണല്ലോ. അത് ഇതാലായോണ്ട് നീളം യൂഷ്വലി ഭയങ്കര നീളത്തിലാവണല്ലേ? അതെ, ഞങ്ങളും അങ്ങനെ ഓർത്താ പറഞ്ഞത്. ഇതിന് പോകാൻ ഇടമില്ല. അത്ര സ്ഥലമല്ലേ ആകെയുള്ളൂ. അപ്പൊ വീർത്തു പോകും. പിന്നെ എലി തിന്നും അല്ലായിരുന്നു ഇവിടെ നടന്ന മുഴുവനും. ഇത് ഒരൊറ്റ എലി കടിച്ചതുണ്ട്.
ഇതൊന്നും അല്ലായിരുന്നു കപ്പ. മണ്ണ് ഇവിടെ കുത്തി ബെഡ് വലുതാക്കിയിടണം. ബെഡിന് പൊക്കം പോരാട്ടായിട്ട്. ആ ബെഡ് പൊക്കം പോരാട്ടായി. ബെഡിന് നല്ല പൊക്കം ഉണ്ടായിരുന്നുണ്ടോ? ബെഡിന് ഇച്ചിരി പൊക്കത്തിടുവായിരുന്നല്ലോ. കപ്പ ഇതൊന്നുമല്ല. കുറേ ഉണ്ടായിരുന്നോ വീട്ടിൽ? അവർ ഈ കൊല്ലുമ്പോൾ മേടിച്ചോണ്ട് പോയി. ഞാൻ എല്ലാ കൊല്ലം പോകുന്ന കുറേ മേടിച്ചോണ്ട് വന്നു. പാടൊക്കെ പോകുന്നുണ്ട്. അത് മുറിച്ച പാച്ചലാടെ അതാ കണത്തിൻ്റെ മാത്രം. ഈ അരിഞ്ഞേക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴുകി കളഞ്ഞ 3-4 കഴുകി പിന്നെ അരിഞ്ഞിട്ട് കഴിഞ്ഞു. മണ്ണ് അവിടെ കഴിഞ്ഞാൽ പിന്നെ വാരിയെടുക്കാൻ പാടാ കപ്പ. ശരിയാണോ? ഇവിടെ അവിടെ ചെന്നിട്ട് കാണിച്ചു കൊടുക്കാനുള്ള നാട്ടുവിനെ തിരുവുണ്ടോ? അത് അവിടെ ഇച്ചിരി കള്ളക്കെടുത്ത് ഞാൻ അവിടെ അടിക്കട്ടെ. നന്നായിട്ട് തത്തിട്ടേ ഉള്ളൂ. വെള്ളം നോക്കട്ടെ. അമ്മച്ചെന്ന് നോക്കിക്കൊണ്ടിരിക്കണേ. എന്താ പുകയുണ്ടോ? പുകയുണ്ടോ? പുക ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഇല്ല. എടാ അതിനെടുക്കല്ലേടാ. എടാ അതിന് വേദനിക്കുന്ന. എന്നാലും ആ പട്ടി എൻ്റെ പുറകെ അവൻ്റെ പുറകെ പോയി. ആ തൊഴിലുറപ്പം തീർന്നു കഴിയുമ്പോൾ ഒരാളങ്ങനെ മാത്രമേ ഉള്ളൂ. കോരിയിട്ട് ബാക്കിക്കാൻ്റെ പിടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇത് വരും. വെള്ളം ഇറങ്ങി പൊക്കോളും. ഒന്നുകൂടെ കഴുകി വിട്ട് കഴിഞ്ഞാൽ എന്നെ ഉണന്ന് വെച്ചാൽ ആ ഞോളപ്പെല്ലാം പൊക്കോളും. അപ്പോൾ നല്ല 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 കപ്പയായിക്കോളും. പാകം വേവാണ്.
കൊട്ടയിലേക്ക് വരേക്ക് വെള്ളം കൊടുക്കുമല്ലോ. വെള്ളം തപ്പണ്ട. ചക്കയുടെ ചെടിയില്ല നല്ല